മുകളിൽ ഇലയുടെ പുറകിൽ ഒട്ടിപ്പിടിച്ചിരുന്ന മുട്ടകളിലൊന്ന് താഴെ ഇരിക്കുന്ന ഇലയിൽ താട്ടി താഴെ വീണു. ഇലയിൽ ഇരുന്ന ഓട്ടർഷ താഴെ പോയി വീണ മുട്ട എടുത്തുകൊണ്ട് വന്ന് ഓട്ടർഷയുടെ മുട്ടയുടെ അടുത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടർഷ മുട്ടകൾ വിരിഞ്ഞു. 3 കുട്ടികളും ഉണ്ടായി. ഓട്ടർഷ കരയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്ക്. ആ സമയത്ത് മറ്റേ മുട്ടയുടെ തോട് പൊട്ടി വിരിഞ്ഞു. അതിലൊരു പച്ചപ്പുഴുക്കുട്ടി ആയിരുന്നു. അമ്മ ഓട്ടർഷ മക്കളെ എല്ലാരെയും കൂട്ടി മരക്കുറ്റിയിൽ പോയിരുന്ന് പറക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഓട്ടർഷ കുട്ടികൾ പറക്കാൻ പഠിച്ചു. പക്ഷെ പുഴുവിന് എന്ത് തേങ്ങയടാ ഇത് എന്നും പറഞ്ഞു നിന്നു. അടുത്ത ലെവല് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചെടിയുടെ കൊമ്പിൽ പോയിരുന്നു. ഓട്ടർഷ ഓരോന്നോരോന്നായി ചാടി പറന്ന് പഠിച്ചു. പക്ഷെ പുഴു പറക്കാൻ വേണ്ടി ചാടിയതും താഴേക്ക് വീണു. അമ്മ ഓട്ടർഷ താഴെ പോയി അതിനെയും പൊക്കി കൊണ്ടുപോയി. 3 കുട്ടികളും കൂടെ ഒരു ചെറിയ തക്കാളി തിന്നുന്ന നേരത്തെ പച്ച പുഴുക്കുട്ടി പോയി ഒരു ആപ്പിൾ തന്നെ തിന്നു തീർത്തിരുന്നു. അടുത്ത ദിവസം ആയപ്പോ ഓട്ടർഷ കുട്ടികൾക്ക് വരെ ലൈന് സെറ്റായി. സങ്കടം താങ്ങാൻ വയ്യാതെ പുഴു ഒരു മരക്കൊമ്പിൽ പോയി തൂങ്ങിയിരുന്നു. 2 ദിവസം കഴിഞ്ഞതും അത് പ്യൂപ്പയായി മാറി. അത് വിരിഞ്ഞ് ഓട്ടർഷ പോലെയുള്ള ഒരു പൂമ്പാറ്റ പുറത്ത് വന്നു. അത് പറന്നു പോയി ഒരു വേലിയിൽ ഇരുന്നതും ഓട്ടർഷയ്ക്കുണ്ടായ പൂമ്പാറ്റ ഒരു കൊച്ചിനുണ്ടായ പൂമ്പാറ്റയെ കണ്ട് ക്രഷ് അടിച്ച് 2 പേരും കൂടെ സെറ്റായി പറന്നുപോയി.